വാണ്ട വിഷൻ സീരീസ് ഇറങ്ങിയ ടൈമിൽ അതിൽ നമ്മുടെ കളർ വിഷൻ വൈറ്റ് വിഷനെ പുള്ളിയുടെ മെമ്മറീസ് ഒക്കെ തിരിച്ചു കൊടുത്തിട്ട് ഐ ആം വിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോക്ക് പോയിട്ടുണ്ടാവും നമ്മുടെ വൈബ്രേനിയം വിഷൻ. അങ്ങനെ പോയ പുള്ളിക്ക് ഇത്രയും കൊല്ലമായിട്ട് എന്താ പറ്റിയെന്ന് ഒരു അറിവും ഉണ്ടായിട്ടുണ്ടാവില്ല, ഒരു മെൻഷൻസ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ പോയ വൈറ്റ് വിഷനെ സംബന്ധിച്ചിട്ട് വിഷൻ ക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഇറങ്ങാൻ വേണ്ടി പോകാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായിട്ട് റൂമേഴ്സും കുറച്ച് ഒഫീഷ്യലായിട്ട് തന്നെ അപ്ഡേറ്റ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്ലോട്ട് എങ്ങനെയായിരിക്കുന്നു, അതിൻ്റെ ഫസ്റ്റ് ലുക്ക് ഒരു ടീസറൊക്കെ ഒഫീഷ്യലി തന്നെ പുറത്ത് വന്നിരിക്കുകയാണ്. അത് പുറത്ത് വിട്ടുള്ളത് വേറെ ആരുമല്ല, നമ്മുടെ ലോക്കിയായിട്ട് അഭിനയിക്കുന്ന ടോം ഹിഡിൽസണും നമ്മുടെ RDJയും കൂടി ചേർന്നിട്ടാണ്. സോ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. റീസെൻ്റായിട്ട് ഡിസ്നിയുടെ അപ്ഫ്രണ്ട് 2026 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമിക്കോൺ അതുപോലെയൊന്നും അല്ല, പക്ഷേ നമ്മുടെ ഡിസ്നി പ്ലസിനെ സംബന്ധിച്ചിടത്തോളം അതിലിനി വരാൻ വേണ്ടി പോകുന്ന സീരീസുകളും പ്രോജക്ട്സിനെ കുറിച്ചൊക്കെ ഒരു ഇൻവെസ്റ്റർ മീറ്റിംഗ് പോലെ അതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പോലത്തെ ഒരു ഇവൻ്റാണത്. അതിലൊരുപാട് ഡിസ്നി പ്ലസിൽ വരാൻ വേണ്ടി പോകുന്ന ഒരുപാട് മൂവീസിൻ്റെയും സീരീസുകളുടെയും ഒക്കെ അപ്ഡേറ്റ്സും ട്രെയിലേഴ്സൊക്കെ വന്നിട്ടുണ്ടാവും. അഫ്കോഴ്സ് നമ്മുടെ ഡിസ്നിയുടെ തന്നെയാണ് മാർവൽ, അപ്പോൾ മാർവൽ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ അതിലാണ് ഇപ്പം നമ്മുടെ വിഷൻ ക്വസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി 2021 തന്നെ ഈ വിഷൻ ക്വസ്റ്റിൻ്റെ പ്രൊഡക്ഷനൊക്കെ തുടങ്ങിയതാണ്. അതായത് ആ ടൈമിൽ ഇറങ്ങി നമ്മുടെ വാണ്ട വിഷനിൽ നമ്മുടെ ഒറിജിനൽ വൈബ്രേനിയം മരിച്ചുപോയ ആ വിഷനെ നമ്മുടെ സോഡ് വീണ്ടും വേറൊരു AI സംഭവങ്ങളൊക്കെ വെച്ച് റീക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വൈബ്രേനിയം കില്ലിംഗ് മെഷീനാക്കി മാറ്റിയിട്ട് നമ്മുടെ വാണ്ടേനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടാവും. അങ്ങനെ ആ വിഷനെ നമ്മുടെ വാണ്ടയുടെ ആ മാജിക് യൂസ് ചെയ്തിട്ട് ആ ഹെക്സിലുണ്ടായിട്ടുള്ള നമ്മുടെ ആ ഒറിജിനൽ വിഷൻ്റെ മെമ്മറീസൊക്കെ പുള്ളിക്ക് കൊടുക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ പുള്ളിയുടെ മെമ്മറീസൊക്കെ തിരിച്ചിട്ടിട്ട് ഐ ആം വിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ വൈറ്റ് വിഷൻ അവിടുന്ന് പറന്നു പോകുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ പോയിട്ടുള്ള വിഷൻ എന്താണ് ചെയ്യുന്നത്, പുള്ളി എങ്ങനെ പുള്ളിയുടെ കോൺഷ്യസ്നെസ്സിലേക്ക് തിരിച്ചെത്തുന്നതെന്നൊക്കെ പറയുന്ന ഒരു സ്റ്റോറി വരേണ്ട സീരീസ് ആയിരുന്നു ഈ വിഷൻ ക്വസ്റ്റ്. പക്ഷേ അതിനുശേഷം ഒരുപാട് കാര്യങ്ങളും പ്ലോട്ടുകളും ഒക്കെ മാറി തന്നെ തുടങ്ങി. കാരണം നമ്മുടെ മൊത്തം വില്ലനായിട്ടുണ്ടായിരുന്ന കാങ്ങിനെ തന്നെ മാറ്റി, ഡോക്ടർ ഡൂമിനൊക്കെ മാറ്റി. അങ്ങനെ 2023 ഇതിൻ്റെ റിലീസ് പ്രഖ്യാപിച്ചു. പക്ഷേ അവിടുന്ന് മാറി 2025 ഇത് റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അത് 2026 എത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ വിഷൻ ക്വസ്റ്റിനെ കുറിച്ചിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് അതിൻ്റെ ആക്ടറായിട്ടുള്ള പോൾ ബട്ടണി മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ വെറുതെ വിട്ടേനെ. പക്ഷേ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആരൊക്കെയാണ്? നമ്മുടെ RDJ, അതായത് ഡോക്ടർ ഡൂമായിട്ടുള്ള RDJയും ലോക്കി ആയിട്ടുള്ള നമ്മുടെ ടോം ഹിഡിൽസണും. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നും അപ്പോൾ ഡോക്ടർ ഡൂമും ലോക്കിയും ഒക്കെ ഈ വിഷൻ ക്വസ്റ്റിൽ ഉണ്ടാവുമെന്നൊക്കെ അല്ലേ. പക്ഷെ അങ്ങനെയൊന്നും നടക്കാൻ ചാൻസ് ഇല്ല. അഫ്കോഴ്സ് ഇങ്ങനൊരു സംഭവം അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ RDJ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ടോം ഹിഡിൽസൺ നമ്മുടെ ലോക്കി ആയിട്ടുള്ള പുള്ളി അവിടെ വേറെ ഒരു പ്രോജക്റ്റിൻ്റെ ബന്ധപ്പെട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്ന അറിഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് കയറി വന്നതാണ്. അപ്പോൾ നമ്മുടെ RDJയുടെ ഡോക്ടർ ഡൂം ഇതിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഡോക്ടർ ഡൂം വരാൻ ചാൻസ് ഇല്ല. പക്ഷേ നമ്മുടെ ടോണി സ്റ്റാർക്ക് വരാൻ ഒരു 75% ചാൻസ് ഉണ്ട്. കാരണം ഈ വിഷൻ ക്വസ്റ്റിൻ്റെ മൊത്തം സ്റ്റോറി തന്നെ നമ്മുടെ ടോണി സ്റ്റാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പുള്ളിയുടെ AIസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇതിൻ്റെ ഒരുപാട് റൂമേഴ്സും ലീക്സിലും ടോണി സ്റ്റാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ AIസും ഈ വിഷൻ ക്വസ്റ്റിൽ അപ്പിയർ ആവും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ സീരീസ് 2026 October 14 ഡിസ്നി പ്ലസിൽ സ്ട്രീം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ ഡൂംസ്ഡേ ഇറങ്ങുന്നതിന് മുമ്പേ ആണ് ഈ സീരീസ് ഇറങ്ങുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ സീരീസ് നമ്മുടെ ഡൂംസ്ഡേ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോകണമെന്ന്. അല്ല. കാരണം ഇതിൻ്റെ റിപ്പോർട്ട്സൊക്കെ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് ഇത് ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡൂംസ്ഡേ ആയിട്ടല്ല, മറിച്ച് സീക്രട്ട് വാർസ് ആയിട്ടാണെന്നാണ്. ഇനി അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. ഇനി ശരിക്കും അവന്മാർ ആ ട്രെയിലറിലും ഫസ്റ്റ് ലുക്കിലൊക്കെ എന്താണ് കാണിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വൈറ്റ് വിഷനെ ഇതിന് മുമ്പ് നമ്മൾ ലാസ്റ്റായിട്ട് കണ്ടിട്ടുള്ളത് വാണ്ട വിഷനിലായിരിക്കും. അതായത് ആ വൈറ്റ് വിഷൻ നമ്മുടെ ഒറിജിനൽ വിഷൻ്റെ വൈബ്രേനിയം ബോഡി തന്നെയാണ്. അതായത് താനോസ് ആ സ്റ്റോൺ എടുത്തുകൊണ്ട് തന്നെ വിഷൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ജാർവിസ് ഇല്ലാതായിട്ടുണ്ടാവും. അങ്ങനെ അതിന് പകരമായിട്ട് നമ്മുടെ സ്വാഡ് വേറൊരു AIനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വിഷൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് മൈൻഡ് സ്റ്റോണിന് പകരം വേറെ എന്തോ ഒരു ആർക്ക് റിയാക്ടർ പോലത്തെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ ടോണി സ്റ്റാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നോർമൽ വിഷനെ പോലെ ഇമോഷൻസ് ഒന്നും ഇല്ലാതെ ഒരു വൈബ്രേനിയം മെഷീൻ പോലെ ആയിരിക്കും, നോർമൽ മെഷീനായിട്ടായിരിക്കും ആ വിഷൻ സ്വാഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഓൾറെഡി നമ്മുടെ വാണ്ട ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ കളർ വിഷൻ പുള്ളിയുടെ ഉള്ളിലുള്ള മെമ്മറീസും ഇമോഷൻസും ഒക്കെ ഒരു ഇമോഷൻസും മെമ്മറീസും ഒന്നും ഇല്ലാത്ത ഈ വൈറ്റ് വിഷൻ ട്രാൻസ്ഫർ ചെയ്തിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൈറ്റ് വിഷൻസിന് ഇപ്പോൾ ഓർമ്മയുണ്ട്. അതായത് പുള്ളിക്ക് ഒരു മെമ്മറി ആയിട്ടുണ്ട്. പക്ഷേ ആ നമ്മുടെ നോർമൽ വിഷൻ ഉണ്ടായിട്ടുള്ള ആ മെമ്മറീസൊക്കെ ഉള്ള ഒരു ഇമോഷൻ ഈ വൈറ്റ് വിഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. സോ അങ്ങനെയുള്ള ആ വൈറ്റ് വിഷൻ താൻ ആരാണ്, ഈ മെമ്മറീസൊക്കെ എന്താണ്, ആ ഇമോഷൻസൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് പോലെ ആയിരിക്കും പുള്ളി അവിടെ നിന്ന് പോകുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഇപ്പോൾ ആ ഫ്രണ്ടിൽ കാണിച്ചിരിക്കുന്ന ആ ടീസറിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് വിഷൻ പുള്ളിക്ക് കിട്ടിയിട്ടുള്ള ആ മെമ്മറീസൊക്കെ ഒരു പ്ലേ ബാക്ക് പോലെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതായത് നമ്മുടെ വാണ്ടനെ കുറിച്ച്, ടോണി സ്റ്റാർക്കിനെ കുറിച്ച്, അവഞ്ചേഴ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഒരു പ്ലേ ബാക്കിൽ ഇട്ടിട്ട് എങ്ങനെ ആ ഇമോഷൻസൊക്കെ പുള്ളി കൺവേ ചെയ്യുന്നു എന്നുള്ള രീതിക്കാണ് ആ ടീസറിൽ കാണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ലാതെ ആ ടീസറിൽ വേറെ ഒന്നും കൂടി കാണിച്ചിട്ടുണ്ട്. അതായത് ആ വൈറ്റ് വിഷൻ പുള്ളിയുടെ വൈറ്റ് വിഷൻ ആ ഫോമിലല്ലാതെ ഹ്യൂമൻ ഫോമിലാണുള്ളത്. അതായത് നമ്മൾ ഇൻഫിനിറ്റി വാറിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വിഷൻ ഓൾറെഡി ഹ്യൂമൻ ഫോമിലുള്ള പോലെ, അതേപോലെ ഹ്യൂമൻ ഫോമിലാണ് ഈ വൈറ്റ് വിഷൻ ഉള്ളത്. അങ്ങനെ ആ മെമ്മറീസൊക്കെ അന്വേഷിച്ചിട്ടുള്ള നമ്മുടെ വിഷൻ്റെ ഒരു തീർത്ഥയാത്രയാണ് ഈ സീരീസ് തന്നെ.
ഇനി നമ്മുടെ ടോണി സ്റ്റാർക്കായിട്ട് RDG ഇതിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ മൊത്തം തീം തന്നെ നമ്മുടെ വിഷൻ പുള്ളിയുടെ മെമ്മറീസും പുള്ളി എങ്ങനെയാണ് ക്രിയേറ്റ് ആയതെന്നുള്ള സംഭവങ്ങളൊക്കെ തപ്പിപ്പോകുന്ന ഒരു റീട്രാക്കിംഗ് ആണ് നമ്മുടെ വിഷൻ ഇതിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് തന്നെ. സോ അതിൽ നമ്മുടെ ടോണി സ്റ്റാർക്ക് എന്തായാലും വന്നേ പറ്റുള്ളൂ. കാരണം പുള്ളിയുടെ വല്ല വീഡിയോ ക്ലിപ്പിംഗ്സ് ആയിട്ടോ അല്ലെങ്കിൽ വല്ല AI ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ടോണി സ്റ്റാർക്ക് മിക്കവാറും ചിലപ്പോൾ ഇതിൽ അപ്പയർ ആയേക്കാം. റീസെൻ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ലുക്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ RDJ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുള്ള പോലെ ചിലപ്പോൾ ഇത് ഈ ഒരു സീരീസിന് വേണ്ടിയിട്ട് ടോണി സ്റ്റാർക്ക് ലുക്കിൽ ചിലപ്പോൾ ഒരു വീഡിയോ ഫുട്ടേജ് പോലെ ചിലപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ചില ഫുട്ടേജസ് ഒക്കെ നമ്മുടെ RDJ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോണി സ്റ്റാർക്കിൻ്റെ ഒരു മെമ്മറീസ് പോലെയൊക്കെ ചിലപ്പോൾ ഈ വിഷൻ്റെ തന്നെ ചിലപ്പോൾ വല്ല മെമ്മറീസിലൊക്കെ ടോണി സ്റ്റാർക്കിനെ കാണിക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ നമ്മുടെ ടോണി സ്റ്റാർക്ക് ഇതിൽ വന്നേക്കാം. അത് മാത്രമല്ല ഇതിൻ്റെ പ്ലോട്ട് സിനോപ്സിസ് അനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ടോണി സ്റ്റാർക്ക് കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ AIക്കും ഒരു ഹ്യൂമൻ ഫോം പോലെ കൊടുത്തിട്ട് അതുങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വിഷൻ പുള്ളിയുടെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല അത് ഒഫീഷ്യലായിട്ട് തന്നെ ഒരു കാര്യം കൂടി കൺഫേം ചെയ്തിരിക്കുകയാണ്. അതായത് ഇതിൽ നമ്മുടെ അൾട്രോൺ റിട്ടേൺ ആവാൻ വേണ്ടി പോവാണ്. അതായത് ഏജ് ഓഫ് അൾട്രോണിൽ നമ്മുടെ അൾട്രോണിന് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള പുള്ളി തന്നെ ഹ്യൂമൻ ഫോമിൽ ഇതിൽ അൾട്രോൺ ആയിട്ട് വരാൻ വേണ്ടി പോവാണ്. അതിൻ്റെ കൂടെ ചേർന്നിട്ട് നമ്മുടെ അൾട്രോൺ ബോട്ട്സ് ഒക്കെ റിട്ടേൺ ആവുന്നുണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. ഓൾറെഡി ലാസ്റ്റ് റോബോട്ടിനെയും നമ്മുടെ വിഷൻ ഓൾറെഡി കില്ല് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് അൾട്രോൺ വരുന്നതെന്നൊക്കെ നമ്മൾ സീരീസ് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെയാണ് ഇവർ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ സീരീസ് ഡയറക്റ്റായിട്ട് നമ്മുടെ സീക്രട്ട് വാർസുമായിട്ടാണ് കണക്ട് ആവാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി തന്നെ ഈ അൾട്രോൺ ശരിക്കും നമ്മുടെ ടോണി സ്റ്റാർക്ക് ഉദ്ദേശിച്ച രീതിക്ക് തന്നെ പോവുകയാണെങ്കിൽ അൾട്രോൺ ബോട്ട്സ് എന്നുള്ള രീതിക്ക് ഈ മൊത്തം വേൾഡിനെ സെർവ് ചെയ്യുന്ന പോലെ ഒരു സംഭവമായിട്ട് മാറേണ്ടതാണെന്ന് നമ്മൾ ഓൾറെഡി മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ ആ യൂണിവേഴ്സിലുള്ള അൾട്രോൺ ബോട്ട്സിനെ വെച്ച് നമ്മൾ കണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഡൂമിന് ഈ ഡൂം ബോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ഒരു ആർമി പോലത്തെ ഒരു സംഭവം. ഒരു പക്ഷേ ഈ തിരിച്ചു വന്നിട്ടുള്ള അൾട്രോണെ കൺട്രോൾ എടുത്തിട്ട് നമ്മുടെ ഡൂം ചിലപ്പോൾ പുള്ളിയുടെ ആർമിയായിട്ട് ഡൂം ബോട്ട്സ് ആക്കി ചിലപ്പോൾ മാറ്റാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു പിക്ചറും കൂടി ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഈ വിഷൻ ക്വസ്റ്റിനെ സംബന്ധിച്ചിട്ട് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു പിക്ചർ തന്നെ അവരതിൽ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏതോ ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് ബാഗും പിടിച്ചിട്ട് ഒരു ബിൽഡിംഗ് നോക്കി നിൽക്കുന്ന പോലെ ഒരു ഇമേജ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതപ്പോൾ വിഷനായിരിക്കും ഈ നിൽക്കുന്നതെന്ന്. ഒരു പക്ഷേ അതങ്ങനെ ആയിരിക്കണം എന്നില്ല. കാരണം വിഷൻ ആണെങ്കിൽ പുള്ളിയുടെ മുഖം അങ്ങനെ കവർ ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല. കാരണം വിഷൻ്റെ ഹ്യൂമൻ ഫോമൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ ഇത് വേറെ വല്ല ക്യാരക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അൾട്രോൺ തന്നെ ആയിരിക്കാം. അത് മാത്രമല്ല ഈ അൾട്രോണിന് ഒരു ഗേൾ ഫ്രണ്ട് പോലെ ഒരു ക്യാരക്ടർ വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അതായത് ജക്കോസ്റ്റ എന്ന് പറഞ്ഞിട്ട്. ഏജ് ഓഫ് അൾട്രോണിൽ തന്നെ ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടുള്ള AIനെ നമ്മുടെ ടോണി സ്റ്റാർക്ക് പുള്ളിയുടെ സൂട്ടിൽ കുത്തിക്കയറ്റിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഓൾറെഡി വേറെയും കുറേ AIs ഒക്കെ ഉള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ജക്കോസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ജക്കോസ്റ്റ AI ആണ് ഇതിൽ വരാൻ വേണ്ടി പോകുന്നത്. അതായത് ടോണി സ്റ്റാർക്ക് കാണിച്ചിരിക്കുന്ന ആ ചിപ്പിലുള്ള എല്ലാ AIസിനും ഒരു ഹ്യൂമൻ ഫോം കൊടുക്കാൻ വേണ്ടി പോവാണ്. അതായത് മരിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി ഒരു AIയുടെ ആർമി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇവിടെ പോയിരിക്കുന്നത്. അത് മാത്രമല്ലാതെ നമ്മൾ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിലൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ഈഡിത്തിനെ കണ്ടിട്ടുണ്ടാവില്ലേ, അങ്ങനെ ആ ഈഡിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള AI ആയിട്ട് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് എമിലി ഹാംസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറിനൊക്കെ കാസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ റിപ്പോർട്ടുണ്ട്. അതായത് സിമ്പിളായിട്ട് നമ്മുടെ ടോണി സ്റ്റാർക്ക് കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ AIയും ഇതിൽ ഒരു ഹ്യൂമൻ ഫോമിൽ വരും. അങ്ങനെ ഈ AIകൾക്കൊക്കെ നടുക്ക് സംഭവിക്കുന്ന ഒരു ഫിലോസഫിക്കൽ ജേണി ആയിരിക്കും ചിലപ്പോൾ മിക്കവാറും ഇത്. അതായത് ആക്ഷൻ ഒന്നും മനസ്സിൽ കണ്ടുകൊണ്ട് ആരും ഈ സീരീസ് കണ്ട കുറച്ച് ഫിലോസഫിയൊക്കെ കേൾക്കാൻ റെഡി ആണെങ്കിൽ മാത്രമേ ഇത് കണ്ടാൽ മതി എന്നുള്ള രീതിക്കാണ് ഇവരിപ്പോൾ ഇത് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി വാണ്ട വിഷനിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. അതായത് വൈറ്റ് വിഷനും മറ്റേ വിഷനും കൂടി ചേർന്നിട്ട് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സംസാരിച്ച് ഫിലോസഫിക്കലി തന്നെ അത് തീർത്ത പോലെ അതിൽ അവർ ദ ഷിപ്പ് ഓഫ് തീസിയസ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ അതാണ്. അത് കണ്ടതിന് ശേഷം ഒരുപാട് പേർക്ക് പിന്നെയും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ തപ്പി നോക്കിയാൽ മതി. പിന്നെ ഇതിൽ കുറച്ച് റിട്ടേണിംഗ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് അയൺമാൻ 1 നമ്മുടെ ഒബിഡിയ സ്റ്റാൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടി ചാവുന്ന ഒരു ക്യാരക്ടറില്ലേ റാസ, അങ്ങനെ പുള്ളി ഇതിൽ വരുന്നുണ്ടൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണ് പുള്ളി വരുന്നത്, ഇതിലെങ്ങനെയാണ് പുള്ളി സൂട്ട് ആവുന്നതെന്ന് അറിയത്തില്ല. അതൊക്കെ നമ്മൾ സീരീസ് ഉണ്ടായിരിക്കും അറിയാൻ പോകുന്നത്. പിന്നെ 2 ഒഫീഷ്യലായിട്ട് എക്സ്ട്രാ ക്യാരക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതായത് മെയിനായിട്ട് ഇതിൻ്റെ വില്ലൻസ് ആയിട്ട് എനിക്ക് തോന്നുന്ന കുറച്ച് ക്യാരക്ടേഴ്സ്. കാരണം അൾട്രോൺ ഇതിലുണ്ടെങ്കിലും ചിലപ്പോൾ മെയിനായിട്ടുള്ളൊരു വില്ലൻ അൾട്രോൺ ആയിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം അൾട്രോണിനെ മിക്കവാറും ഇവർ നല്ലവനാക്കുമായിരിക്കും ലാസ്റ്റ്. അതിൽ പാലഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ഒരു ആക്ടർ. കോമിക്കിലും ഈ പാലഡിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. ഒരു കാശിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു മേഴ്സണറിയാണ് പുള്ളി. അങ്ങനെയുള്ളൊരു ക്യാരക്ടറിനെ എന്തിനാണ് ഇതിൽ കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമ്മുടെ വിഷനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നൊരു ക്യാരക്ടറായിരിക്കും. കാരണം എന്തൊക്കെയാണെന്നെങ്കിലും ഈ ഗവൺമെൻറ് കയ്യിൽ നിന്ന് ഈ സോഡിൻ്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് പോയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഈ വൈറ്റ് വിഷൻ. കാരണം അത്രയും $1 ബില്യൺ ഒക്കെ വിലയുള്ള വൈബ്രേനിയം ബോഡിയല്ലേ, അങ്ങനെ വെറുതെ വിടുമോ ഗവൺമെൻറ്? ഒരു പക്ഷേ അത്രയും പൈസ കൊടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്. സോ ആ സാധനത്തിനെ തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോഡ് തന്നെ വിട്ടിട്ടുള്ള ഒരു ഗവൺമെൻറ് ഏജൻ്റ് ആയിരിക്കാം ചിലപ്പോൾ ഈ പാലഡിൻ. പിന്നെ പുള്ളിനെ അസിസ്റ്റ് ചെയ്യുന്ന പോലെ കോർട്ട് ഓഫ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ക്യാരക്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് റൂമേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ DC കണ്ടിട്ടുള്ള കോർട്ട് ഓഫ് ഹൗസ് അല്ല, ഈ പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കോട്ട് ഉണ്ടാവും. അങ്ങനെ അതാണ് ഇവർക്ക് എക്സ്ട്രാ പവേഴ്സ് കൊടുക്കുന്നത്.
അങ്ങനെ ഇവർ രണ്ടുപേരാണ് മോസ്റ്റ് ലൈക്ലി ഇതിൽ വില്ലനായിട്ട്, ഐ മീൻ നമ്മുടെ വിഷനെ കണ്ടുപിടിക്കാൻ വരുന്ന വില്ലൻസായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഇവർ നമ്മളെ വൈറ്റ് വിഷനെ ഹണ്ട് ചെയ്യുന്ന ആ ടൈമിൽ നമ്മുടെ വിഷൻ എങ്ങനെ പുള്ളിയുടെ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ കുഴിച്ച് തോണ്ടി മാറ്റി പുള്ളിയുടെ ഇമോഷൻസ് ഒക്കെ വീണ്ടും പുള്ളിയുടെ ഉള്ളിലേക്ക് തിരിച്ചെടുക്കുന്നുള്ള ഒരു ഫിലോസഫിക്കൽ ജേണി ആയിരിക്കും ഇത്. എന്താവും എന്നൊക്കെ നമ്മൾ സീരീസ് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. എന്തായാലും ഡൂംസ്ഡേക്ക് മുന്നെയാണ് വരുന്നത്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ലീഡ് വെക്കുമായിരിക്കും. ഡൂംസ്ഡേയും സീക്രട്ട് വാർസും തമ്മിൽ ഇത് എങ്ങനെ കണക്ട് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഡൂംസ്ഡേയുടെ തൊട്ട് മുന്നേ റിലീസാകാൻ വേണ്ടി പോകുന്ന സീരീസാണ്. സോ എങ്ങനെ പോയാലും കുറച്ച് ഹൈപ്പൊക്കെ എന്തായാലും ഉണ്ടാവും ഈ സീരീസിന്. എങ്ങാനും പാളി പോയി കഴിഞ്ഞാൽ അത് ഡൂംസ്ഡേനെ നല്ല രീതിക്ക് ബാധിക്കും. നോക്കാം എന്താവുന്നൊക്കെ. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.